ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീരാസ് വ്ലോഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞങ്ങൾക്ക് ട്രെയിനിങ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:14 ഗൈസ്. 5 മണിക്ക് അലാറം വെച്ച് 5:14 എഴുന്നേറ്റാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഓർക്കാൻ വന്നിട്ടാണ് എനിക്ക് ഒട്ടും വയ്യ. പക്ഷെ നമ്മൾ റെഡിയാണ് ഗൈസ്. നമുക്ക് റെഡിയാവാം. ലെറ്റ്സ് ഡു ഇറ്റ്. Come on, guys. This is better, guys. Guys, നമുക്ക് കുളിച്ചിട്ട് വരാം ഗൈസ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകേണ്ടതിനാൽ നമ്മൾ അനശ്വര ഫുഡ് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ പോണം ഗൈസ്. നമുക്ക് വേഗം റെഡി ആവാം. അപ്പം നമുക്ക് കുളിച്ചിട്ട് വേഗം ഗൈസ്, നമുക്ക് അമൃത ഫുഡ് ഉണ്ടാക്കി തന്നു. ദോശയും പഞ്ചസാരയും പിന്നെ ഒരു ഗ്ലാസ് കട്ടനും കാപ്പി കിട്ടി ഗൈസ്. ഫുഡ് കഴിക്കണം ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ചെല്ലണം എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞത്. അപ്പം നമ്മളതനുസരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വലിയ കറി വെക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും മടിയായതിനാലും നമ്മളത് ചെയ്യില്ല. ഓക്കെ ഗൈസ്, ഇപ്പം തന്നെ സമയം 6 മണിയായിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി സംസാരിച്ചിരിക്കാനോ ചുമ്മാ സമയം കളയാൻ നമുക്ക് സമയമില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇനിയും വേഗം ഷടപ്പെടാന്ന് റെഡി ആവണം ഗൈസ്. 7 മണിക്ക് വണ്ടി വരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എടപ്പള്ളി പോകണം ഗൈസ്. എടപ്പള്ളി എന്ന് പറഞ്ഞാൽ എടപ്പള്ളി ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ ചെല്ലണം എന്നാണ് നമുക്ക് കിട്ടിയ ഓർഡർ. അപ്പം നമ്മൾ അവിടെ ചെല്ലണം. വേഗം റെഡി ആയി പോകാം ഗൈസ്. ഒട്ടും സമയമില്ല ഗൈസ്. ഞാൻ റെഡി ആയിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പം നമുക്ക് പോവാം. നമുക്ക് ഇനിയും സമയം സമയം എത്ര വയസ്സരെ സമയം നോക്കട്ടെ. സമയം 6:32 കണ്ടോ ഗൈസ്. നേരം പരപരാ വെളുന്നു. അപ്പം വെളുത്തു ഗൈസ്. അപ്പം നമുക്ക് പോവാം. നമുക്കൊരു ഫ്രണ്ടിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് ആ ഫ്രണ്ടിനെ പിക്ക് ചെയ്തിട്ട് വേണം ഗൈസ് പോവാൻ. അപ്പോൾ അയ്യോ എനിക്ക് ടെൻഷനാവുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ബാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അശ്വര ടെൻഷനുണ്ടോ? അതേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമില്ല, ഞാനില്ലേ കൂടെ. എനിക്ക് നല്ല ടെൻഷനുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പിന്നെ ട്രെയിനിങ് ആണ് ഗൈസ്. എനിക്കൊരു ഭാഗ്യം അറിയില്ല. ഞാൻ 3 ആഴ്ചയായി ഗൈസ് ക്ലാസ്സിന് പോയിട്ട്. എന്താ പറഞ്ഞാൽ എനിക്ക് വയ്യാതെ ഞാൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു വീട്ടിൽ. അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ക്ലാസ്സിന് പോകാൻ പോകുന്നത്. അതായത് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത്. ക്ലാസ്സിൽ പോലും ഇരിക്കാണ്ട് ഞാൻ ട്രെയിനിങ്ങിന് പോകും. അപ്പം ഒരു ടെൻഷൻ, എങ്ങനാവും എന്താവും എന്നൊക്കെ ഉള്ളത്. ഇത്രയുള്ളൂ ഗൈസ്. വേറെ അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ എടപ്പള്ളിയിൽ വരണം എന്നാണ്. അവിടെ നിന്നാണ് ഗൈസ് നമുക്കുള്ള ബസ് വരുന്നത്. നമ്മുടെ കോളേജിൻ്റെ തന്നെ ബസ്സാണ്. അപ്പോൾ നമ്മുടെ റുക്സാന മിസ് വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. നമുക്ക് റുക്സാന മിസ് വന്ന് നമുക്ക് ചായയൊക്കെ മേടിച്ച് തന്നു. അതിനിപ്പോഴേക്കും നമ്മുടെ നമ്മളെ ബസ്സിനകത്ത് കയറ്റി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ അങ്ങനെ നമ്മളെ എയർപോർട്ടിൻ്റെ റോഡിൽ കയറി നമ്മളങ്ങനെ പാർക്കൊക്കെ ചെയ്തു ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ കുറേ പേര് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടു. പിന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചിലെയും സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. നമ്മളെ അവരുടെ സിയാലിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. ആ അക്കാദമിയിലോട്ട് ഗൈസ് നമ്മളെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കൊണ്ടുപോയി നമ്മൾ ഓരോരുത്തരായിട്ട് ആ റൂമിലോട്ട് കയറ്റി. പിന്നെ നമുക്കൊരു ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് വരുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ബ്രേക്ക് വന്നത്. എന്നാൽ അവർ രാവിലെ വെളുപ്പിനെ കയറിയ പിള്ളേരായതുകൊണ്ട് അവർക്ക് ഫുഡ് കഴിക്കണം. അതുകൊണ്ട് കൂടെ നോട്ട് പാഡൊക്കെ കിട്ടി. ഇതൊരു പേനയും ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ ബുക്കും ഒക്കെ എടുത്തിട്ട് വന്നു ഗൈസ്. എന്തിനാണോ എന്തോ. അപ്പോൾ ഗൈസ് എന്താ പറയുക, നല്ല ടെൻഷനുണ്ട് ഗൈസ്. അശ്വര ടെൻഷനുണ്ടോ? അശ്വരെ പേടിക്കണ്ട, ഞാനില്ലേ. നമ്മളിപ്പോൾ ഒരു ഹോളിൽ കൊണ്ടിരുത്തിയേക്കാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് കഴിക്കേണ്ട കാര്യമില്ല ഗൈസ്. നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അല്ലാത്ത പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ചുമ്മാ വാഷ്റൂമിൽ പോക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാണ് ഗൈസ്. പിന്നെ നമുക്കൊരു ടീ ബ്രേക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ ടീ കുടിക്കാൻ വേണ്ടി നമുക്ക് അവിടുന്ന് അരിപ്പത്രി ചായയാണ് ഗൈസ് കിട്ടിയത്. എന്തായാലും നല്ലതായിരുന്നു. ഇറ്റ്സ് ഗുഡ്.
പിന്നെ നമ്മളെ ക്ലാസ്സിനകത്ത് കയറ്റി നമ്മളൊരു ചെന്നൊരു 2 മണിക്കൂർ ഗൈസ്. രാവിലെ ഭയങ്കര പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്മരിക് പോസ്റ്റായിരുന്നു ഗൈസ്. പിന്നെ സാറ് വന്ന് നമുക്ക് ക്ലാസ്സൊക്കെ എടുത്ത് തന്ന് പിന്നെ ഫീഡ്ബാക്കിന് സ്കാനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, QR ഒക്കെ തന്ന് അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. ഉച്ചയ്ക്ക് ആദ്യം ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ടേബിളൊന്നും ഒഴിയില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുഡൊക്കെ എടുത്ത് ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ പിന്നെ എയർപോർട്ട് വിസിറ്റ് പോകായിരുന്നു ഗൈസ്. നമ്മൾ വന്ന ബസ്സിന് തന്നെയാണ്. അപ്പോൾ ഗൈസ് എയർപോർട്ട് വിസിറ്റിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.